എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ. മുഖ്യമന്ത്രിയോട് ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ ടി വി അൻവറാണോ നിങ്ങൾ ചോദിച്ചു. പുള്ളി എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി? അത് നിങ്ങൾ പറ, ഞാനായിട്ട് പറയും. എന്താണ് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തിയത്? ടി വി അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ? കള്ളക്കടത്തുകാരെ എന്ത് പരിഹരിക്കുന്നു പറഞ്ഞാൽ മഹത്വവൽക്കരിക്കുന്നു. മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്? ഇത് ആരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്താവന അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല. കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലത് പറയായിരുന്നു. പക്ഷെ എന്നൊരു കുറ്റവാളിയാക്കുക സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ സ്റ്റേറ്റ്മെന്റേ വന്നില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു. ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത്. എന്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം 8 വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ്. DIC തിരിച്ച് കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി വിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന, കോമൺ സെൻസ് ഉള്ള മനസ്സിലാകുന്ന രീതിയിൽ സാധാ ഭാഷയിലാണ് ഞാൻ എഴുതിയിരുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ശശിയും ഞാനും 40-40 വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവർ. അതുകൊണ്ട് ശശിയെ കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പില്ല. പ്രഥമ ദൃഷ്ടിയായി ഇതിലൊരു കഴമ്പില്ല എന്നോട് തന്നെ പരാതി. പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ പരാതി ചെയ്യാം, നേരെ വിശ്വാസത്തിലേക്ക് ഇടും. പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ പാർട്ടി ലൈനിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ച നടക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അന്ന് തൊട്ടിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അൻവറാണോ എന്ന് നോക്കണം. പേരില്ലാന്നേ ഉള്ളൂ, ബാക്കിയല്ലാണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ എന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല, ഡയറക്റ്റ് നമ്പറിലാണ് വിളിച്ചത്. കോൾ റെക്കോർഡ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞു കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിൽ ഈ പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ആദ്യം തന്നെ എനിക്കൊരു പല കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ആദ്യം തന്നെ പറയുന്നത് ഇവിടുന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിശയോക്തിപരമായി പറയാ എന്ന് നിങ്ങൾ കരുതുന്നത്. അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും. അപ്പം അദ്ദേഹമാണ് CM ഈ കഥ സ്റ്റോറി എഴുതി കൊടുത്തത്.
അതാണ് CM ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. CM ഒന്ന് മലപ്പുറത്ത് വിളിക്കണ്ടേ പാർട്ടി സെക്രട്ടറിയെ, പാർട്ടിയുമായി ബന്ധപ്പെട്ടവര്? എന്താണ് ഈ ചങ്ങാതി പറയുന്നത് വല്ല കാര്യമുണ്ടോ? പോലീസ് അവിടെ നിൽക്കട്ടെ. പോലീസിന്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു, കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് അടിച്ചു വരുന്ന സഹോദരിക്ക് ഈ കള്ളക്കടത്തിനെ കുറിച്ച് അറിയും, കടല വറക്കുന്നവനറിയും, ടാക്സിക്കാർക്കറിയും. ഒന്ന് വിളിച്ചോ CM? എന്താണ് ഈ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? എന്താണ് നാട്ടിലെ സംസാരം? ഉണ്ടായില്ലല്ലോ. ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ആ കഥയും തിരക്കഥയും വായിക്കില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവാണ്. എന്റെ പിന്നാലെ പോലീസ്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ ചെറിയൊരു സൗണ്ട് കേട്ടു. ഞാൻ ജനൽ തുറന്ന് താഴേക്ക് നോക്കുമ്പോൾ 2 പേരാണ്. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിന്റെ ബാക്കിലൂടെ വന്ന് നോക്കുമ്പോൾ 2 പോലീസുകാരാണ്. അപ്പൊ ഞാൻ വീട്ടിൽ, കാരണം ഞാൻ ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ഫോൺ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോന്ന് അറിയില്ല. എടവണ്ണ പഞ്ചായത്തില് ഗേറ്റ് അടക്കാത്ത വീടാണ് എന്റെ വീട്. 10, 50, 60 വർഷമായി ഗേറ്റ് അടക്കാറില്ല. ഒരു പബ്ലിക് പ്ലേസ് പോലെ കിടക്കുന്ന വീടാണ്. വീടിന് ചുറ്റും എപ്പോഴും ആളുകൾക്ക് വരാൻ, പോകാം, നടക്കാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പൊ ഞാൻ ഇരിക്കുന്ന എന്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും. മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട്. അതും പാതിരാത്രിക്കാണ്. അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിന്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അതല്ല ADGP ഈ കൊണ്ടു കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഒരു ഗതികളിലേക്ക് CM എത്തിയോ എന്ന് CM പാർട്ടിയും പരിശോധിക്കണം. രണ്ടാമത്തെ കാര്യം, അല്ല, അതായത് ആദ്യം 102 CRPC ഞാൻ എപ്പോഴും പറഞ്ഞത് കളവ് മുതൽ. അപ്പൊ കളവ് മുതലായി കിട്ടിയ സാധനം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. തിരിച്ചു കൊടുക്കാൻ CMP ആണ്. FIR കൂടി വേണ്ട. CMP പ്രകാരമാണ് ഈ സാധനം കിട്ടിയത്. അതിൽ ഗോൾഡ് ഉണ്ടോ ഇല്ലെന്ന് ആ ഡോക്യുമെന്റ് കൊണ്ട് അറിയുന്നില്ല. അപ്പൊ മാസ്റ്റർ റിപ്പോർട്ടാണ് നമ്മൾ കോടതി തപ്പുന്നത്. മാസ്റ്റർ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. Super Absorbent. Poppy's Diapers.